ത്രിയേക ദൈവത്തിന് സ്തുതി. സമയം സാക്ഷിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. പ്രിയരെ, സമയത്തിൻ്റെ ഒത്തിരി സാക്ഷ്യപ്പെടുത്തലുകൾക്ക് ഈ പ്രോഗ്രാം വേദിയായിട്ടുണ്ട്. അവരിൽ പല വ്യക്തികളും പല സംഭവങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സമയത്തെ പ്രതിനിധീകരിച്ചവരാണ്. പക്ഷെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ചില വർഷങ്ങൾക്ക് മുൻപ് മാത്രം നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വെളിച്ചം. ആ വെളിച്ചത്തിൻ്റെ ഉറ്റവർ ഇപ്പോഴും നമുക്കൊപ്പം ഉണ്ട്. അപ്പോൾ സമകാലിക ലോകത്തിലേക്കുള്ള ഒരു സാക്ഷ്യപ്പെടുത്തലാണ് ഇന്ന് സമയം സാക്ഷ്യം വഹിക്കുന്നത്. ചില ജീവിതങ്ങൾ ഒരു തിരുനാളമാണ്. അത് സ്വയം എരിഞ്ഞ് ചുറ്റുമുള്ള ഇരുട്ടിന് വെളിച്ചം നൽകുന്നുണ്ട്. എന്നാൽ ചില തിരുനാളങ്ങൾ കെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ പ്രകാശത്തോടെ ജ്വലിച്ചുയരുന്നുമുണ്ട്. അങ്ങനെ ഒരു ജീവിതമായിരുന്നു വാഴ്ത്തപ്പെട്ട റാണി മരിയ വട്ടലിൽ. അധികാരമോ സമ്പത്തോ തേടി പോകാതെ പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു സാധു കന്യാസ്ത്രീ. അവരുടെ നിസ്വാർത്ഥ സേവനം ആഗ്രഹിച്ചവർ ക്രൂരമായ കൊലപാതകത്തിലൂടെ ആ വെളിച്ചം കെടുത്താൻ ശ്രമിച്ചു. എന്നാൽ അവരുടെ രക്തസാക്ഷിത്വം സ്നേഹത്തിൻ്റെയും മാപ്പ് കൊടുക്കലിൻ്റെയും വലിയൊരു സന്ദേശമായി ലോകത്തിന് മുഴുവൻ വെളിച്ചം പകരുന്ന മനോഹരമായൊരു സാക്ഷ്യം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ഒരു രക്തസാക്ഷിയുടെ കഥ. അവരുടെ കൊലപാതകിയെപ്പോലും മാനസാന്തരത്തിലേക്ക് നയിച്ച ഒരു മഹാത്മാവിൻ്റെ ജീവിതം. സമയം സാക്ഷി ഇന്നത്തെ അധ്യായം ആ പുണ്യ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമുക്ക് മുന്നിലേക്ക് തുറക്കുവാൻ ശ്രമിക്കുകയാണ്. റാണി മരിയയുടെ ജീവിതം ആരംഭിക്കുന്നത് കേരളത്തിലെ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്തുള്ള പുള്ളുവഴി എന്ന ഗ്രാമത്തിലാണ്. 1954 ജനുവരി 29 സാധാരണക്കാരായ പൈലിയുടെയും എലീശയുടെയും 7 മക്കളിൽ രണ്ടാമത്തവളായി മറിയം വട്ടലിൽ എന്ന പേരിൽ അവർ ജനിച്ചു. നല്ലൊരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച മറിയം ചെറുപ്പത്തിൽ തന്നെ ദൈവഭക്തിയിലും ലാളിത്യത്തിലും വളർന്നു വന്നു. അവർ എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരെ സഹായിക്കുവാൻ വല്ലാതെ താല്പര്യമുള്ള ഒരു കുട്ടിയായിരുന്നു. മറിയത്തിൻ്റെ വീട്ടിലെ അടുക്കളയിൽ പാചകത്തിന് ഉപയോഗിക്കുന്ന വെള്ളവും വിറകും മിച്ചം വരുത്തുവാൻ സാധിക്കില്ല എന്ന് മറിയത്തിൻ്റെ അമ്മ പലപ്പോഴും പറയുമായിരുന്നു. കാരണം മറിയ ഈ വെള്ളത്തിൽ നിന്നും വിറകിൽ നിന്നുമൊക്കെ നല്ലൊരു ഭാഗം പാവപ്പെട്ട അവർക്ക് കൊടുക്കുമായിരുന്നു. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ അവർ സന്തോഷം കണ്ടെത്തിയിരുന്നു. മറിയം വളർന്നു വന്നപ്പോൾ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണമെന്ന ആഴമായ ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടായി. അങ്ങനെ 1972 മറിയം ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസിനി സമൂഹത്തിൽ ചേർന്നു. സന്യാസി ജീവിതത്തിൽ അവർ സിസ്റ്റർ റാണി മരിയ എന്ന പേര് ഇതിനിടയിൽ സ്വീകരിച്ചു. ഈ പേര് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗത്യത്തിൻ്റെ ഒരു സൂചനയായിരുന്നു. റാണി എന്നാൽ നമുക്കറിയാം രാജ്ഞി എന്ന്, മരിയ എന്നാൽ മറിയ എന്നുമാണ് അർത്ഥം. ദൈവരാജ്യത്തിലെ ദരിദ്രരുടെ രാജ്ഞിയായി മാറാനായിരുന്നു ദൈവം സിസ്റ്റർ റാണി മരിയയെ തിരഞ്ഞെടുത്തത് എന്ന് സാരം. സന്യാസി ജീവിതം സ്വീകരിച്ച സിസ്റ്റർ റാണി മരിയയ്ക്ക് മിഷണറി പ്രവർത്തനങ്ങളോട് വലിയ താല്പര്യമാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയിലെ പിന്നോക്ക പ്രദേശങ്ങളായ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവരെ സേവിക്കുക എന്ന ദൗത്യം അവർക്ക് ലഭിച്ചു. അവർ മധ്യപ്രദേശിലെ ഉദയം നഗറിലുള്ള മിഷൻ സ്റ്റേഷനിലേക്ക് യാത്ര തുടങ്ങി. അവിടെയുള്ള ഗ്രാമങ്ങളിലെ
ജനങ്ങളുടെ ജീവിതം വളരെ ദുരിതപൂർണമായിരുന്നു. പ്രാദേശിക ഭൂ ഉടമകളുടെയും പണമിടപാടുകാരുടെയും ചൂഷണത്തിനിരയായി ഒരുപാട് ജനങ്ങൾ കഷ്ടപ്പെടുന്ന കാഴ്ച അവർ കണ്ടു. അവരും ആ കഷ്ടപ്പാടിൽ ഭാഗമായി മാറുകയാണ് ഉണ്ടായത്. തലമുറകളായി ആ ജനങ്ങൾക്ക് സ്വന്തമായി ഭൂമിയോ സ്വതന്ത്രമായ ജീവിതമോ ഉണ്ടായിരുന്നില്ല. സിസ്റ്റർ റാണി മരിയയുടെ ദൗത്യം ഈ ജനങ്ങളുടെ ഇടയിൽ വെളിച്ചമെത്തിക്കുക എന്നതായിരുന്നു. അവർ പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊണ്ടു, ശക്തമായി നിലകൊണ്ടു. അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി നിരവധി കാര്യങ്ങൾ അവർക്കിടയിൽ ചെയ്തു. ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുവാൻ സിസ്റ്റർ അവരെ സഹായിച്ചു. അതുവഴി ആ പാവം ജനങ്ങൾക്ക് ചെറിയ ചെറിയ ഭൂമികൾ വാങ്ങുവാനും സ്വന്തമായി കൃഷി ചെയ്യുവാനും സാധിച്ചു. ഇത് ആ ചൂഷകരുടെ പിടിയിൽ നിന്ന് അവർ രക്ഷിക്കുവാൻ അല്പമല്ല സഹായമായി തീർന്നത്. സിസ്റ്റർ റാണി മരിയയുടെ പ്രവർത്തനങ്ങൾ വെറും മതപരമായ പ്രബോധനങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല. മറിച്ച് സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള ശക്തമായ പോരാട്ടം തന്നെയായിരുന്നു റാണി മരിയ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നടത്തിയിരുന്നത്. അവർക്ക് ആദ്യകാലങ്ങളിൽ ഹിന്ദി ഭാഷ വശമില്ലായിരുന്നു. എന്നിട്ടും ആ ജനങ്ങളോട് എളുപ്പത്തിൽ അടുപ്പം സ്ഥാപിക്കുവാൻ സിസ്റ്റർക്ക് സാധിച്ചു. ആ ജനങ്ങൾ സ്നേഹത്തോടെ സിസ്റ്ററിനെ സോഷ്യൽ വർക്കർ സിസ്റ്റർ എന്ന് വിളിച്ചു. ചിലർ സ്നേഹത്തോടെ ദീദി അഥവാ സഹോദരി എന്ന് വിളിച്ചു. ചൂഷണത്തിൻ്റെ ഇരുട്ടിൽ കഴിഞ്ഞ ആ ജനതയ്ക്ക് സിസ്റ്റർ റാണി മരിയ ഒരു പ്രതീക്ഷയുടെ പൊൻകിരണമായി മാറുകയായിരുന്നു. സിസ്റ്റർ റാണി മരിയയുടെ പ്രവർത്തനങ്ങൾ ആ ഗ്രാമങ്ങളിലെ പണമിടപാടുകാരുടെയും ഭൂ ഉടമകളുടെയും വരുമാനം കുറച്ചു. ഇതവരെ വല്ലാതെ ചൊടിപ്പിച്ചു. അവർ സിസ്റ്ററിനെതിരെ ഭീഷണികളും കുതന്ത്രങ്ങളും തുടങ്ങി. ഒടുവിൽ സിസ്റ്ററിനോട് മിഷൻ സ്റ്റേഷൻ വിട്ട് പോകണമെന്ന ആവശ്യം ഭീഷണി സ്വരത്തിൽ ഉന്നയിക്കുവാനും അവർ മടിച്ചില്ല. എന്നാൽ സിസ്റ്റർ തൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറുവാൻ തീരെ തയ്യാറായില്ല. അവരുടെ ജീവൻ അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കിയവർ അവരോട് കൂടുതൽ ജാഗ്രത പുലർത്തുവാൻ ആവശ്യപ്പെട്ടു. അപ്പോഴും സിസ്റ്റർ ഭയപ്പെട്ടില്ല. പ്രിയരെ, അവരുടെ ഭീഷണി ഒരു വെറും വാക്കായിരുന്നില്ല. 1995 ഫെബ്രുവരി 25 അതിരാവിലെ സിസ്റ്റർ എഴുന്നേറ്റു. പതിവ് പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞു. ഉദയനഗറിൽ നിന്ന് ഇൻഡോറിലേക്ക് പതിവ് പോലുള്ളൊരു ബസ് യാത്ര ആരംഭിച്ചു. ആ യാത്രാമധ്യേ ഒരുപാട് വേദനകൾ മാനസികമായിട്ട് അവർ അനുഭവിച്ചുകൊണ്ടേയിരുന്നു. അതായത് അന്നത്തെ കാലഘട്ടത്ത് വനിതകൾക്ക് മുൻസീറ്റ് അനുവദനീയമായിരുന്നില്ലത്രേ. സിസ്റ്റർ ഡ്രൈവറിൻ്റെ തൊട്ടു പുറകിലുള്ള സീറ്റിലാണ് ആ യാത്രയിലായിരുന്നത്. ഒരു വെള്ള വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ മുന്നിലേക്ക് വന്ന് സിസ്റ്ററിനോട് പുറകിലോട്ട് പോകാൻ ആവശ്യപ്പെട്ടു. അവരുടെ ബാഗൊക്കെ അവിടെ വയ്ക്കാൻ പറഞ്ഞു. സിസ്റ്റർ അതനുസരിച്ചു. അവരുടെ ബാഗും സാധനങ്ങളുമൊക്കെ അവിടെ വെച്ച് പുറകിലേക്ക് പോയി. അവിടെ ആ വെള്ള വസ്ത്രം ധരിച്ച മനുഷ്യൻ്റെ കൂട്ടാളികളും ഉണ്ടായിരുന്നു. അവർ സിസ്റ്ററിനെ മാനസികമായി ഉപദ്രവിക്കാൻ തുടങ്ങി. വല്ലാതെ സിസ്റ്ററിനെ ശല്യപ്പെടുത്താൻ തുടങ്ങി. ഒടുവിൽ ആ യാത്രാമധ്യേ ആ വെള്ള വസ്ത്രം ധരിച്ച ആ മനുഷ്യൻ ഒരു സ്ഥലത്ത് ഇറങ്ങുകയും അവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു തേങ്ങ എറിഞ്ഞുടയ്ക്കുകയും ആ തേങ്ങയുടെ കഷ്ണങ്ങളുമായി തിരികെ ബസ്സിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അത് പലർക്കും വിതരണം ചെയ്തു. സിസ്റ്ററിൻ്റെ അരികിൽ എത്തിയതിന് ശേഷം അതിലൊരു കഷ്ണം തേങ്ങ സിസ്റ്ററിൻ്റെ അരികിലേക്ക് കൊടുക്കുന്നു.
അത് സ്വീകരിക്കാൻ സിസ്റ്റർ കൈ നീട്ടുമ്പോൾ അത് അദ്ദേഹം പുറകിലേക്ക് വലിക്കുന്നു, വീണ്ടും കൊടുക്കുന്നു, വീണ്ടും പുറകിലേക്ക് വലിക്കുന്നു. അങ്ങനെ സിസ്റ്ററിനെ വല്ലാതെ ആ മനുഷ്യൻ പരിഹസിച്ചു. പെട്ടെന്ന് അദ്ദേഹം അരയിൽ നിന്ന് മൂർച്ചയേറിയ ഒരു കത്തി പുറത്തെടുത്തു. കത്തിയെടുത്ത ആ മനുഷ്യൻ്റെ പേര് സമുന്ദർ സിംഗ് എന്നായിരുന്നു. നിങ്ങളിൽ പലരും ആ പേര് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞിട്ടുള്ളതാണ്. അയാൾ ആ കത്തി കൊണ്ട് സിസ്റ്ററിനെ യാതൊരു പ്രകോപനവുമില്ലാതെ പെട്ടെന്ന് തന്നെ കുത്തുകയായിരുന്നു. കത്തി വലിച്ചൂരി പിന്നെയും കുത്തി, നിർത്താതെ കുത്തിക്കൊണ്ടേയിരുന്നു. നിർത്തിയ ബസ്സിൽ നിന്ന് ആ സാധുകന്യാസ്ത്രീയെ സമുന്ദർ സിംഗ് വലിച്ചിഴച്ചു. സംഘാംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് റോഡിൽ വെച്ച് വീണ്ടും കുത്തിയത്രേ. യാത്രക്കാർ ഭയന്ന് നിലവിളിച്ച് സംഭവ സ്ഥലത്ത് നിന്ന് ഓടിപ്പോയി. 54 തവണയാണ് സമുന്ദർ സിംഗ് സിസ്റ്ററിനെ കുത്തിയതെന്നാണ് റിപ്പോർട്ട്. യാതൊരു സഹായത്തിനും നിലവിളിക്കാതെ സിസ്റ്റർ റാണി മരിയ തൻ്റെ അവസാന നിമിഷങ്ങളിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയും തന്നെ കൊല്ലുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തത്രേ. രാവിലെ 10:45 പോലീസ് സിസ്റ്റർമാരെ വിവരം അറിയിച്ചു. അസ്വസ്ഥരായ സഹോദരിമാർ ഇൻഡോർ ബിഷപ്പ് ജോർജ് അനത്തലിനെ വിവരം അറിയിച്ചു. ഉച്ചയ്ക്ക് 2 മണിയോടെ ഒത്തിരി പുരോഹിതന്മാർ സ്ഥലത്തെത്തി രക്തം പുരണ്ട മൃതദേഹം കണ്ടെത്തി. സിസ്റ്റർ റാണി മരിയയുടെ മരണം ക്രിസ്തീയ സമൂഹത്തെ ഒന്നടങ്കം നടുക്കി. എന്നാൽ ആ ദുരന്തം ഒരു പുതിയ വഴിത്തിരിവിന് കാരണമായി എന്ന് വേണം പറയുവാൻ. അവരുടെ കുടുംബവും സന്യാസിനി സമൂഹവും അവർക്ക് വേണ്ടി ശക്തമായി നിലകൊണ്ടു. എന്നാൽ പ്രതികാരത്തിനല്ല, മറിച്ച് സ്നേഹത്തിനും മാപ്പിനും വേണ്ടിയായിരുന്നു അവർ നിലകൊണ്ടത്. സിസ്റ്റർ റാണി മരിയയുടെ സഹോദരിയും അതേ സന്യാസിനി സമൂഹത്തിലെ അംഗവുമായ സിസ്റ്റർ സെൽമി അവരുടെ കൊലപാതകിയായ സമുന്ദർ സിംഗിനെ ജയിലിൽ സന്ദർശിക്കുവാൻ തീരുമാനിച്ചു. 2002 ഓഗസ്റ്റിലായിരുന്നു ആ കൂടിക്കാഴ്ച. അത് ലോകം കണ്ട ഏറ്റവും വലിയ ക്ഷമയുടെ സാക്ഷ്യങ്ങളിൽ ഒന്നായി മാറി. സിസ്റ്റർ സെൽമി ജയിലിൽ ചെന്ന് യാതൊരു വിരോധവുമില്ലാതെ സമുന്ദർ സിംഗിനോട് സംസാരിച്ചു. എന്നിട്ട് സിസ്റ്റർ പറഞ്ഞു, എൻ്റെ സഹോദരി മരിക്കുന്നതിന് മുൻപും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. നിങ്ങൾക്ക് മാപ്പ് തരാൻ കഴിയുമെന്നാണ്. കാരണം അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ വാക്കുകൾ സമുന്ദർ സിംഗിൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. ആ കൂടിക്കാഴ്ചകൾക്ക് ശേഷം സമുന്ദർ സിംഗിൻ്റെ ജീവിതവും മാറി മറിഞ്ഞു. അയാൾ ചെയ്ത തെറ്റുകൾക്ക് മാനസാന്തരപ്പെട്ടു. 2003 ഫെബ്രുവരി 25 റാണി മരിയയുടെ അമ്മ സിംഗിനെ ജയിലിൽ സന്ദർശിക്കുകയും ക്ഷമയുടെ അടയാളമായി അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ ചുംബിക്കുകയും ചെയ്തു. സിസ്റ്റർ കൊല ചെയ്യപ്പെടുന്നത് 95 ഫെബ്രുവരിയിൽ. തൻ്റെ അമ്മ തൻ്റെ മകളുടെ കൊലപാതകയെ സന്ദർശിക്കുന്നത് 2003 ഫെബ്രുവരി 25 ആ സിസ്റ്ററുടെ ഒരു ഓർമ്മ ദിനത്തിൽ. നല്ല പെരുമാറ്റം കാരണം 2006 സമുന്ദർ സിംഗ് ജയിൽ മോചിതനായി. വട്ടലിൽ കുടുംബം അദ്ദേഹത്തിന് മാപ്പ് നൽകി. അദ്ദേഹത്തെ ആ കുടുംബത്തെ ഒരാളായി അവർ കണക്കാക്കി. 2017 വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ സമുന്ദർ സിംഗ് കണ്ണീരണിഞ്ഞത്രേ. വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ സിസ്റ്ററിൻ്റെ കൊലപാതകി സന്തോഷം പ്രകടിപ്പിച്ചു.
സമുദ്ര സിംഗിൻ്റെ പശ്ചാത്താപം ചിത്രീകരിക്കുന്ന ദ ഹാർട്ട് ഓഫ് എ മർഡറർ എന്ന ഡോക്യുമെൻ്ററി 2013 വേൾഡ് ഇൻ്റർഫെയ്ത്ത് ഹാർമണി ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും മികച്ച ഒരു ഫിലിമായിരുന്നു. 2023 സിസ്റ്ററുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ദി ഫേസ് ഓഫ് ദി ഫേസ്ലെസ് എന്നൊരു സിനിമയും പുറത്തിറങ്ങിയിട്ടുണ്ട്. പ്രിയരെ, വാഴ്ത്തപ്പെട്ട റാണി മരിയയുടെ ജീവിതം ഒരുപാട് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കഥ മാത്രമല്ല, അത് ആധുനിക ലോകത്ത് ജീവിക്കുന്ന നമുക്ക് പഠിക്കാൻ ഏറെയുള്ള ഒരു ആത്മീയ പാഠപുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ പാഠങ്ങളെ നമുക്കിങ്ങനെ രേഖപ്പെടുത്താം. ഒന്നാമതായി, നിസ്വാർത്ഥമായ സ്നേഹം. സ്വന്തം ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ഒരു ലോകത്താണ് ഭൂരിഭാഗം പേരും. എന്നാൽ റാണി മരിയയുടെ ജീവിതം സ്വന്തം സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച മഹത്തായൊരു മാതൃകയാണ്. പാവപ്പെട്ടവരെ സഹായിക്കാനും അവർക്ക് വേണ്ടി സംസാരിക്കുവാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനും സിസ്റ്റർ കാണിച്ച ധൈര്യം നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ വലിയൊരു സന്ദേശമല്ലേ? രണ്ടാമത്തെ പാഠമെന്നത് അനീതിക്കെതിരെയുള്ള പോരാട്ടം. നീതി നിഷേധിക്കപ്പെടുമ്പോൾ പ്രതികരിക്കാൻ മടിക്കുന്ന ഒരു സമൂഹത്തിൽ റാണി മരിയയുടെ ജീവിതം എല്ലാവർക്കും ഒരു വെല്ലുവിളിയാണ്. ചൂഷണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുവാനും ദുർബലർ ആയിരിക്കുന്നവർക്ക് വേണ്ടി നിലകൊള്ളുവാനും സിസ്റ്റർ തയ്യാറായിരുന്നു. അനീതി കണ്ടിട്ടും മിണ്ടാതിരിക്കാതിരിക്കാനുള്ള ധൈര്യം സിസ്റ്ററുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയരെ, സിസ്റ്റർ റാണി മരിയ എന്ന ആത്മീയ പാഠപുസ്തകത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പാഠമാണ് ക്ഷമയുടെ ശക്തി, മാപ്പ് കൊടുക്കലിൻ്റെ ശക്തി. റാണി മരിയയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്ദേശങ്ങളൊന്നാണ് മാപ്പ് നൽകുവാനുള്ള കഴിവ്. തന്നെ കൊലപ്പെടുത്തിയവനോട് പോലും സിസ്റ്റർ ക്ഷമിച്ചു എന്ന് അയാൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലുള്ള ആ ഒരു വാക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മകളെ കൊലപ്പെടുത്തിയവനോട് പോലും ക്ഷമിക്കുവാനൊരു മനസ്സൊരുക്കം സിസ്റ്ററുടെ കുടുംബത്തിനുണ്ടായിരുന്നു. ഇത് പ്രതികാരത്തിന് പകരം സ്നേഹം കൊണ്ട് മാത്രമേ ലോകത്തെ മാറ്റാൻ കഴിയൂ എന്നത്, പ്രതികാരത്തിന് പകരം സ്നേഹം കൊണ്ട് മാത്രമേ ക്രിസ്തുവിന് വേണ്ടി മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ സാധിക്കൂ എന്നതിൻ്റെ വലിയൊരു സാക്ഷ്യമാണ്. റാണി മരിയയുടെ ജീവിതം ആഴമായ ഒരു ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ നേർക്കാഴ്ചയാണ്. അവരുടെ എല്ലാ പ്രവൃത്തികളുടെയും പ്രചോദനം ദൈവത്തിലുള്ള സിസ്റ്ററിൻ്റെ സ്നേഹമായിരുന്നു. സിസ്റ്റർ അംഗമായിരുന്ന ആ സന്യാസിനി സമൂഹം, അതിൻ്റെ ആത്മീയത പാവപ്പെട്ടവരോടുള്ള സ്നേഹത്തിലും ലാളിത്യത്തിലും സഹോദരങ്ങളോടുള്ള സേവനത്തിലുമാണ് നിലകൊള്ളുന്നത്. ഈ ആത്മീയത സിസ്റ്ററുടെ ജീവിതത്തിൽ പൂർണ്ണമായും പ്രകടമായിരുന്നു. യേശുക്രിസ്തുവിനെ പോലെ പാവപ്പെട്ടവരെ സേവിക്കുക എന്തായിരുന്നു സിസ്റ്ററുടെ ജീവിത ലക്ഷ്യം. ആത്മീയ പാഠപുസ്തകത്തിലെ മറ്റൊരു മികച്ച അധ്യായമാണ് പ്രാർത്ഥനയുടെ ശക്തി. റാണി മരിയയുടെ ജീവിതം പൂർണ്ണമായും പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായിരുന്നു. താൻ കൊല്ലപ്പെടുന്ന ദിവസം പോലും ആ പ്രഭാതത്തിൽ എത്രയെങ്കിലും സമയം ചാപ്പലിൽ താൻ പ്രാർത്ഥനാ നിരതയായിരുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സിസ്റ്റർക്ക് ശക്തി നൽകിയത് ആ പ്രാർത്ഥനയായിരുന്നു. അവസാന നിമിഷങ്ങളിൽ പോലും ദൈവത്തെ വിളിക്കുവാനും തന്നെ കൊല്ലുന്നവർക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുവാനുമുള്ള മനസ്സൊരുക്കം. ഈ പ്രാർത്ഥനയുടെ ശക്തിയാണ് സിസ്റ്ററുടെ കുടുംബത്തെയും
കൊലപാതകിയെപ്പോലും മാനസാന്തരത്തിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ ആ കൊലപാതകിയോട് ക്ഷമിക്കുവാൻ ആ കുടുംബത്തെ പ്രേരിപ്പിച്ചത്. പ്രിയരേ, റാണി മരിയയുടെ മനസാക്ഷിത്വം ലോകമെമ്പാടും ചർച്ചയായി. സഭ അവിടെ രക്തസാക്ഷിത്വം ഒരു വിശുദ്ധിയുടെ അടയാളമായി കണ്ടു. സിസ്റ്ററിൻ്റെ മരണശേഷം സിസ്റ്ററിനെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചു. എറണാകുളത്ത് സിസ്റ്ററിനോടുള്ള ബഹുമാനാർത്ഥം ഒരു മ്യൂസിയം നിലവിലുണ്ടത്രേ. 2016 നവംബർ 18 ഇൻഡോറിൽ പരിശോധനയ്ക്കും പുനർനിർമ്മാണത്തിനുമായി സിസ്റ്ററിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ പുറത്തെടുത്തു. 2017 മാർച്ച് 23 ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലക്ഷ്യം അംഗീകരിക്കുകയും 2017 നവംബർ 4 ഇൻഡോറിൽ വെച്ച് റോമൻ കത്തോലിക്ക സഭ സിസ്റ്റർ റാണി മരിയയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുകയും ചെയ്തു. കർദിനാൾ ഓസോഡ് ഗ്രേഷ്യസ് സിസ്റ്ററിൻ്റെ പ്രവർത്തനത്തെ ദരിദ്രർക്കും പിന്നോക്കം നിൽക്കുന്നവർക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരു വിരോചിത മാതൃക എന്നാണ് വിശേഷിപ്പിച്ചത്. ദരിദ്രർക്ക് വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ച റാണി മരിയ അവരുടെ കൊലപാതകിയെപ്പോലും മാപ്പിലൂടെ രക്ഷിച്ച ആ വലിയ ആത്മാവ് ഇന്ന് നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. സിസ്റ്റർ ഒരു രക്തസാക്ഷിത്വം വരിച്ചത് സ്നേഹത്തിനും ക്ഷമയ്ക്കും സത്യത്തിനും വേണ്ടിയാണ്. ചില വർഷങ്ങൾക്ക് മുൻപ് മാത്രം നടന്ന ആ സമയത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തൽ, പ്രിയരെ, നമ്മുടെ കർമ്മപദങ്ങളിൽ കുറെ കൂടി ആവേശം ജനിപ്പിക്കുവാൻ കാരണമാകട്ടെ. കർത്താവിന് വേണ്ടി പ്രവൃത്തി കൊണ്ടുള്ള ബഹുമാനം മറന്നു തുടങ്ങിയ ഈ ലോകത്ത് സിസ്റ്റർ റാണി മരിയ സ്വജീവിതം കൊണ്ട് നമ്മെ വെല്ലുവിളിക്കുന്നുണ്ട്. നാഥന് മുൾമുടി നൽകിയ ഈ ലോകത്ത് നിന്ന് മറ്റു സൗഭാഗ്യങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ ദൈവരാജ്യം സ്വപ്നം കണ്ടുകൊണ്ട് ക്ഷമയോടെ സഹനത്തോടെ ജീവിക്കുവാൻ ആ കാലം നമുക്ക് സാക്ഷ്യമായി മുന്നിലുണ്ട്. അപ്രകാരം സിസ്റ്റർ റാണി മരിയയുടെ ത്യാഗോജ്വലമായ സമർപ്പണ ജീവിതത്തിൻ്റെ മുന്നിൽ ഈ അധ്യായം സമർപ്പിച്ചുകൊണ്ട് സമയം സാക്ഷി ഇന്നിവിടെ പൂർണ്ണമാകുന്നു. സമയത്തിൻ്റെ മികച്ച മറ്റൊരു സാക്ഷ്യപ്പെടുത്തലുമായി മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.